പാലക്കാട് ഭീമനാട് തെരുവനായുടെ ആക്രമണം. വീട്ടുമുറ്റത്ത് നിൽക്കുകയായിരുന്ന പെരുമ്പടാരിയിൽ പയ്യനാട് വീട്ടിൽ വേണുഗോപാലിനെയാണ് തെരുവനായ കടിച്ചത്. മുഖത്ത് പരിക്കേറ്റ വേണുഗോപാലിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. VS ഗോകുൽ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുന്നത്. ഗോകുൽ, കണ്ണിനു താഴെയാണ് പരിക്ക്. ഈ നായയ്ക്ക് വിഷബാധയോ മറ്റോ ഉള്ളതാണോ? ഈ പ്രദേശത്ത് തെരുവനായ ശല്യം രൂക്ഷമാണോ? അതായത് ഈ പ്രദേശത്ത് തെരുവുനായ ശല്യമുണ്ട്. പക്ഷേ ഈ കടിച്ച നായയ്ക്ക് വിഷബാധയുള്ളതാണോ എന്നുള്ളത് വിവരമില്ല. അതായത് ഇന്ന് രാവിലെ ഭീമനാട് വീടിൻ്റെ അടുത്ത് ജോലി ചെയ്യുകയായിരുന്നു വേണുഗോപാൽ. അതിനിടയിൽ പിന്നിൽ നിന്നൊരു ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കിയതായിരുന്നു. അപ്പോൾ തന്നെ പെട്ടെന്ന് ഒരു നായ ചാടി വന്ന് മുഖത്ത് ആക്രമിക്കുകയായിരുന്നു. അതിനുശേഷം ഈ നായ ഓടിപ്പോയി. പിന്നീട് ഈ നായയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അപ്പോഴേക്കും സ്വാഭാവികമായി അദ്ദേഹം പേടിച്ചു. അപ്പോഴേക്കും ശബ്ദം വിളിച്ച് അയൽവാസികളൊക്കെ ഓടിയെത്തിയാണ് താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. മുഖത്ത് കണ്ണിന് താഴെയാണ് ഇത്തരത്തിൽ കടിയേറ്റിട്ടുള്ളത്. ഈ നായയ്ക്ക് വിഷബാധയുണ്ടോ, പേവിഷബാധയേറ്റ നായയാണോ തുടങ്ങിയ കാര്യങ്ങൾ വിവരം ലഭിച്ചിട്ടില്ല. ഏതായാലും ആ നായ ഏതാണെന്നും കണ്ടെത്താനുള്ള ശ്രമം തുടങ്ങിയിട്ടുണ്ട്. ഏതായാലും മറ്റ് പ്രാഥമിക ചികിത്സകളൊക്കെ നേടി അദ്ദേഹം പിന്നീട് ആശുപത്രിയിൽ നിന്ന് അദ്ദേഹത്തെ വിട്ടയച്ചു. കണ്ണിന് താഴെയാണ് പരിക്കേറ്റത് എന്നുള്ളത് ആണ്. മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല എന്നുള്ളതും ആശ്വാസകരമായ കാര്യമാണ്. ഗൂഗിൾ വേസാണ് വിവരങ്ങൾ നൽകിയത്. തെരുവുനായയുടെ ആക്രമണം ഉണ്ടായത് പാലക്കാടാണ്. ഈ ഇദ്ദേഹത്തിന്റെ കണ്ണിന് താഴെയാണ്, വേണുഗോപാലിന്റെ കണ്ണിന് താഴെയാണ് ആക്രമിച്ചത്. അദ്ദേഹത്തിന്റെ പ്രതികരണം കൂടി കേൾക്കാം നമുക്ക്. അതിൽ അപ്രതീക്ഷിതമായിട്ട് സൗണ്ട് കേട്ടപ്പോൾ തിരിഞ്ഞു നോക്കിയപ്പോഴത്തേക്കും കടി കിട്ടി മുഖത്ത്. അത് അതിന്റെ ഇത് പിടുത്തം വിടാഞ്ഞിട്ട് അതിന്റെ വായിൽ കൈയിട്ടിട്ട് വാ പൊളിച്ചിട്ടൊക്കെയാണ് അതിന് പിടുത്തം പിടിച്ചത്. അതിനുശേഷം ഇതിന് ഒരു കൈ പിടിച്ചപ്പോഴത്തേക്കും നായ ഓടി, വടിയെടുത്തിട്ട് അതിന്റെ പുറകെ ഓടി. തല്ലാനൊന്നും കിട്ടിയില്ല. പൊതുവെ നമ്മുടെ വീടിന്റെ മുൻഭാഗത്തൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടംപോലെ നായ്ക്കളുടെ ശല്യം ഉള്ളതാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും പോകാറുണ്ട്. പക്ഷെ അങ്ങനെ വീട്ടിലേക്ക് കയറി വന്നിട്ടൊന്നും ഇതുവരെ ചെയ്തിട്ടില്ല. അങ്ങനെ ആ പോകുന്ന കൂട്ടത്തിലുള്ള നായ ആയിട്ട് ഇതിനു മുമ്പ് ഞാൻ കണ്ടിട്ടുമില്ല. ഇത് അപ്രതീക്ഷിതമായിട്ടൊരു അപകടം പോലെ. അതിന്റെ വലിയ അപകടം ഒഴിവായത് വായിൽ കൈയിട്ടിട്ട് അതിനെ പിടിച്ച് വലിച്ചൊഴിവാക്കാൻ പറ്റിയതുകൊണ്ടാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ എന്താ സംഭവിക്കാന്നുള്ളത് പറയാൻ പറ്റില്ല. ഇപ്പൊ കണ്ണിന്റെ ഇവിടെ പോളയുടെ മുകളില് ചിലപ്പോൾ കാണുന്നുണ്ടാവും. ഇവിടെ താഴത്ത് ഇതിപ്പോ തുന്നാൻ പറ്റില്ല. തുന്നണമെങ്കിൽ കുറച്ച് ദിവസം, ഒരാഴ്ചക്ക് ശേഷമൊക്കെ പാടുള്ളൂ എന്നാണ് ഡോക്ടർ പറഞ്ഞത്. അതിനുശേഷം ഇവിടെ ചുണ്ടിന്റെ മുകൾ ഭാഗത്തായിട്ടുള്ളതുണ്ട്. ഈ ഭാഗങ്ങളിൽ മൊത്തം ഉണ്ട്. പല ഭാഗത്തായിട്ടാണ് ആ ഒരു കടിയിൽ എല്ലാ ഭാഗവും ഉൾപ്പെട്ടിട്ടുണ്ട്. ഇത് ഒരു പ്രതീക്ഷയിലാണ് സംഭവിച്ചിട്ടുള്ളതാണ്. സാധാ നായ്ക്കളാണെങ്കിൽ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല.